ആകാശമാകെ ഇരുൾ പരന്നു, ലോകാവസാനം വരുന്ന പോലെ. ഇടിയും മഴയും തകർത്തു വന്നു, വാവയ്ക്കു കണ്ടു മിഴി നിറഞ്ഞു, വാവയ്ക്കു കണ്ടു മിഴി നിറഞ്ഞു. കാറ്റും മഴയും ഇടിയും ഒക്കെ വന്ന സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് വാവയ്ക്ക് മിഴി നിറയുകയാണ്. വാവ എന്ന് പറയുന്ന കൊച്ചുകുട്ടിക്ക് മിഴി നിറയുകയാണ്. എന്തിനാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞത്? അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞ് വിറയ്ക്കയല്ലേ. കൂടും കുടിയും തകർന്നു പോയാൽ അവരുടെ വാവകൾ എന്തു ചെയ്യും? മഴയിൽ കൂടും കുടിയും അല്ലേ, താമസ സൗകര്യങ്ങളൊക്കെ തകർന്നു പോയാലേ അവരുടെ വാവകൾ, അതായത് ഈ കാക്കയുടെയും കുയിലിൻ്റെയും പിറാവിൻ്റെയും ഒക്കെ വാവകൾ, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്നോർത്താണ് നമ്മുടെ ഈ കവിതയിലെ വാവയ്ക്ക് മിഴി നിറഞ്ഞത് അല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ദുഃഖിക്കുന്ന ഒരു മനസ്സ് അത് നിങ്ങൾക്കുണ്ടോ? നമുക്ക് പ്രളയം വന്ന സമയത്ത് അല്ലേ, ഉരുൾപൊട്ടൽ വന്ന സമയത്ത്, ആ സമയത്തൊക്കെ അവരുടെ ഇത് അനുഭവിച്ചവരുടെ ദുഃഖം മാത്രമായിരുന്നില്ല, നമ്മൾ ഒരുപാട് പേര് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ ഒരു കുഞ്ഞു മനസ്സ് ഇങ്ങനെ വേദനിക്കുകയാണ്, അവർക്ക് വേണ്ട തണലൊരുക്കി കൊടുക്കുകയാണ്. എങ്ങനെയാ തണലൊരുക്കിയെന്നറിയോ? അവളുടെ പുള്ളിക്കുട തുറന്നിട്ട് ആ കുടയിലെ തണലിലേക്ക് ഇവരെല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓടി വരികയാണ്. ആരൊക്കെയാ വരുന്നത്? ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന്, ഇല്ലാതെയായ മലയിൽ നിന്ന്, നഞ്ഞു കലർന്ന നദിയിൽ നിന്ന്, പൊള്ളുമാകാശച്ചെരുവിൽ നിന്ന്. അപ്പോൾ വന്നവരെല്ലാം ഇവിടെ നിന്നാണ് വന്നതല്ലേ, പല ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന്. നമ്മുടെ കാടിന് തീ പിടിച്ചാലുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക്, അവിടെയുള്ള ജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ. ഇല്ലാതെയായ മലയിൽ നിന്ന്, മലകളൊക്കെ നമ്മൾ എന്താണ് ഇടിച്ച് നിരത്തുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ മലയിൽ നിന്നുള്ള ജീവികളെല്ലാം വരികയാണ്. അതുപോലെ നഞ്ഞു കലർന്ന നദിയിൽ നിന്ന്, നഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുതരം വിഷമാണ്. അപ്പോൾ ആ വിഷം കലർന്ന നദി, നമ്മുടെ നദികളും അല്ലേ എല്ലാം ഇപ്പോൾ എന്താണ് വിഷമയമാണ്. നമ്മുടെ ഭൂമി തന്നെ വിഷമയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെയുള്ളവരെയെല്ലാം ഇവൾ എന്ത് ചെയ്തു? ഈ കുടക്കീഴിലേക്ക് വിളിക്കുകയാണ്, തണലൊരുക്കുകയാണ്. മനോഹരമായ ഒരു ചിന്ത നമ്മളോട് പങ്കുവെക്കുന്നത് വീരാൻകുട്ടി എന്ന മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരനാണ്. അപ്പോൾ വീരാൻകുട്ടി മാഷിൻ്റെ വാവ ജീവനെ കാക്കുന്നു എന്ന് പറയുന്ന ഒരു കവിത, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ആശയങ്ങളൊക്കെ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. എനിക്കും അങ്ങനെയാവണം, മറ്റുള്ളവരോട് സഹജീവികളോട് സ്നേഹം തോന്നുന്ന ഒരാളായി മാറണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണ്ടേ. മാത്രമല്ല നമുക്ക് 4ാം ക്ലാസ് എന്ന് പറയുന്ന ലക്ഷ്യം മാത്രമല്ല, 4ാം ക്ലാസ്സിലെ LSS ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാമൊക്കെ ഉണ്ട്. അപ്പോൾ വിശദമായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് സൈലത്തിന് ഒരു പ്രാണ ബാച്ച് ഉണ്ട് അല്ലേ. പ്രാണ ബാച്ച് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പലരും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാതിരിക്കുന്ന ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ എന്ത് പറയുക, സൈലത്തിലെ പ്രാണ ബാച്ചിൽ ഇപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ട്. എന്ത് ഓഫറാണ്? വിദ്യാരംഭമൊക്കെയാണ് അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 15% ഓഫർ വരെയാണ്. VDM 15 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് 15% ഓഫർ സ്വന്തമാക്കി നിങ്ങൾക്ക് പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങളോടല്ല, ഫ്രണ്ട്സിനോടൊക്കെയാണ് പറയേണ്ടത്. എനിക്കറിയാം ഇത് കാണുന്ന എല്ലാവരും പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇല്ലാത്ത ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാം. കാരണം നമ്മുടെ പ്രാണ ബാച്ചിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ യൂണിറ്റ് ടെസ്റ്റ്, അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ അങ്ങ് വിളിച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ അവരോട് ചോദിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് സൈലം നമ്മുടെ ലേണിംഗ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ടീച്ചർ നേരത്തെ പറഞ്ഞ VDM 15 അതൊന്ന് ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ സ്വന്തമാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ പ്രാണ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമുക്ക് പ്രാണ ബാച്ചിൽ കാണാം അല്ലേ.